അപ്പോൾ നമ്മുടെ കേരള ബാങ്ക് ക്ലർക്കിൻ്റെ സിലബസ് ഇപ്പോൾ ഫൈനലായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 89 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ ശേഷിക്കുന്നത് അല്ലേ. അപ്പോൾ അത്രയും ദിവസങ്ങളുകൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിലബസാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന JCA പരീക്ഷയുടെ സെയിം സിലബസ് ചുമ്മാ ഹെഡിങ് മാത്രം മാറ്റിയെടുത്ത് തന്നേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ JCAയിൽ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത് തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് കേരള ബാങ്ക് എഴുതാൻ പറ്റും. അപ്പോൾ പരീക്ഷയുടെ കടുപ്പത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. എന്തായാലും ടോപ്പിക് എല്ലാം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഫോർ JCA ആസ്പിരൻസ്. ഇനി കേരള ബാങ്ക് ആസ്പിരൻസ് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിലബസ് നമുക്കൊന്ന് കണ്ടുപോകാം. ആദ്യമായിട്ട് 50 മാർക്കിന് കോർപ്പറേഷനും അതുപോലെ 40 മാർക്കിന് ബാങ്കിങ്ങും അതുപോലെ 10 മാർക്കിന് IT ആൻഡ് സൈബർ ലോ, ഇങ്ങനത്തെ ഒരു സിലബസ് ആണ് തന്നിരിക്കുന്നത് നമ്മുടെ JCA സിലബസ് പോലെ തന്നെ. അപ്പോൾ കോർപ്പറേഷൻ പ്രധാനമായിട്ടും മൊത്തം 9 മൊഡ്യൂൾസ് ആണല്ലേ. കോർപ്പറേഷൻ അതർ എക്കണോമിക് സിസ്റ്റംസ്, അതുപോലെ ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അതുപോലെ ടൈപ്പ് ഓഫ് കോർപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോർപ്പറേറ്റീവ്സ്, അതുപോലെ കോർപ്പറേറ്റീവ് ഓഡിറ്റ് വരുന്നുണ്ട്, ഇഷ്യൂസ് ഇൻ കോർപ്പറേറ്റീവ് മാനേജ്മെന്റ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് വരുന്നുണ്ട്, സോഴ്സ് ഓഫ് ഫണ്ട്സ്, അതുപോലെ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള. അങ്ങനെ മൊത്തം 9 മൊഡ്യൂൾസ് ആണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 246 ക്ലാസ്സുകൾ ഉണ്ട് നമുക്കിത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ സഹകാരി ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. റെക്കോർഡ് ക്ലാസ് ആയിരിക്കും, അതിനോടൊപ്പം നമുക്ക് ലൈവ് സെഷൻസ് അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം വിശദമായിട്ട് നമ്മുടെ വെബിനാർ പറയാം, കേരള ബാങ്കിൻ്റെ ക്രാഷ് വെബിനാറിൽ പറയാം. വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ കേരള ബാങ്ക് എന്ന് പറയുന്ന കോഡും കൂടെ ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതുപോലെ ബാങ്കിങ് ആണ് പാർട്ട് 2 വരുന്നത് 40 മാർക്കിന്. അതിനകത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആണ് ഫസ്റ്റ്, 2 സെൻട്രൽ ബാങ്കിങ്, 3 ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ്, അതുപോലെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ് പ്രത്യേകം കൂടി 4 മാർക്ക് ചെയ്ത് മൊത്തം 10 മൊഡ്യൂൾസ് ഉണ്ട് ബാങ്കിന്, 4 മാർക്കാണ് ഓരോന്നിനും. പിന്നെ ബാങ്കിങ് ലെജിസ്ലേഷൻ BR ആക്ടിന്റെ കാര്യം വരുന്നത് പ്രാക്ടീസ് ഓഫ് ബാങ്കിങ് അല്ലേ. പിന്നെ ലോ റിലേറ്റിംഗ് ടു NI ആക്ട്സ്, അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ്, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്, അങ്ങനെ 10ാമത്തെ മൊഡ്യൂൾ വന്നിരിക്കുന്നു. റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്, അങ്ങനെ മൊത്തം 10 മൊഡ്യൂൾസ് വന്നിരിക്കുന്നു. ഇനി നമുക്ക് പാർട്ട് 3 IT ആൻഡ് സൈബറിലെയും ഒരു വ്യത്യാസവും ഇല്ല, ഒരു വ്യത്യാസവും കൊണ്ടുവന്നിട്ടില്ല. നോക്കാം എന്തൊക്കെ വന്നിരിക്കുന്നത്. ഹാർഡ്വെയർ, അതുപോലെ സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക്, അങ്ങനെയുള്ള എല്ലാ മൊഡ്യൂൾസും അതേപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, അങ്ങനെ മൊത്തം 5 മൊഡ്യൂൾസ് 2 മാർക്ക് വീതമാണ് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കൊരു 70 ഡേയ്സ് ഉള്ള ക്രാഷ് കോഴ്സ് മതിയാവും. ബാക്കി 20 ദിവസം നമുക്ക് എന്ത് കിട്ടും, റിവിഷന് വേണ്ടി കിട്ടും. അപ്പോൾ ഒരു ഫൈനൽ റിവിഷനും കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ സഹകാരി പറയുന്ന ആ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ സഹകാരിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ മെസ്സേജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ലൈവ് ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കാവൂ, ഇത് വേണോ വേണ്ടേ, അത് സഹകാരിയുടെ കോഴ്സ് വേണോ വേണ്ടേ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നമുക്ക് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് സംവദിക്കാം. ഒപ്പം ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന പോലെ വലിയ വലിയ സ്വപ്നങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഭ്രാന്തന്മാരെ പോലെ ഇങ്ങനെ പോയാലേ പറ്റത്തുള്ളൂ കേട്ടോ വിജയിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി തയ്യാറാവണം. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മളെ തടഞ്ഞു നിർത്താനും പിടിച്ചു നിർത്താനൊക്കെ ഒത്തിരി ആൾക്കാർ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെല്ലാം കുടഞ്ഞിറങ്ങിയിട്ട് നമുക്ക് ഈ 90 ദിവസം കൃത്യമായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ മക്കളെ, എന്നാലേ നമുക്കത് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ട് വെബിനാറിൽ സംവദിക്കാം. താങ്ക്